അമേരിക്കൻ ശതകോടീശ്വരനായിരുന്ന ജെഫ്രി എപ്സ്റ്റീനുമായി ബന്ധപ്പെട്ട ലൈംഗിക അതിക്രമ കേസുകളിലെ കോടതി രേഖകളെയാണ് എപ്സ്റ്റീൻ ഫയലുകൾ എന്ന് വിളിക്കുന്നത്. പ്രായപൂർത്തിയാകാത്ത പെൺകുട്ടികളെ ദുരുപയോഗം ചെയ്തതിനും കടത്തിയതിനും 2019 ഇയാൾ പിടിയിലാവുകയും ജയിലിൽ വെച്ച് മരിക്കുകയും ചെയ്തിരുന്നു. എപ്സ്റ്റീന്റെ സുഹൃത്തുക്കളായിരുന്ന അല്ലെങ്കിൽ അയാളുടെ സ്വകാര്യ ദ്വീപ് സന്ദർശിച്ച ലോകപ്രശസ്തരായ രാഷ്ട്രീയക്കാർ, ബിസിനസ്സുകാർ, സിനിമാ താരങ്ങൾ എന്നിവരുടെ പേരുകൾ ഈ രേഖകളിലുണ്ട്. ഇരകളായ പെൺകുട്ടികളും മറ്റ് സാക്ഷികളും കോടതിയിൽ നൽകിയ രഹസ്യമൊഴികളാണിവ. എപ്സ്റ്റീൻ നടത്തിയിരുന്ന നിയമവിരുദ്ധ പ്രവർത്തനങ്ങളെക്കുറിച്ചുള്ള ഇമെയിലുകൾ, യാത്രാരേഖകൾ തുടങ്ങിയവ ഇതിൽ ഉൾപ്പെടുന്നു. ഈ കോടതി രേഖകളിൽ ഏകദേശം 150-ലധികം വ്യക്തികളുടെ പേരുകൾ പരാമർശിക്കപ്പെട്ടിട്ടുണ്ട്. മുൻ അമേരിക്കൻ പ്രസിഡന്റ് ബിൽ ക്ലിന്റൺ എപ്സ്റ്റീന്റെ വിമാനത്തിൽ യാത്ര ചെയ്തിട്ടുണ്ടെന്ന് രേഖകൾ പറയുന്നു. അമേരിക്കൻ പ്രസിഡന്റായ ഡൊണാൾഡ് ട്രംപ് എപ്സ്റ്റീന്റെ സുഹൃത്തായിരുന്നുവെങ്കിലും എപ്സ്റ്റീന്റെ ദ്വീപിലോ വിമാനത്തിലോ ട്രംപ് പോയിരുന്നതായി ഈ ഫയലുകളിൽ നിലവിൽ തെളിവുകളില്ല. ബ്രിട്ടീഷ് രാജകുടുംബാംഗമായ ആൻഡ്രൂ രാജകുമാരൻ എപ്സ്റ്റീന്റെ ദ്വീപിലും വീടുകളിലും സന്ദർശനം നടത്തിയിരുന്നതായി തെളിവുകളുണ്ട്. ഒരു യുവതി ഇദ്ദേഹത്തിനെതിരെ ലൈംഗികാരോപണം ഉന്നയിക്കുകയും പിന്നീട് കോടതിക്ക് പുറത്ത് സെറ്റിൽമെന്റ് നടത്തുകയും ചെയ്തിരുന്നു. ലോകപ്രശസ്ത ശാസ്ത്രജ്ഞൻ സ്റ്റീഫൻ ഹോക്കിംഗ് 2006 എപ്സ്റ്റീൻ സംഘടിപ്പിച്ച ഒരു കോൺഫറൻസിന്റെ ഭാഗമായി ആ ദ്വീപ് സന്ദർശിച്ചിരുന്നു. എന്നാൽ അദ്ദേഹത്തിനെതിരെ മോശമായ ആരോപണങ്ങളൊന്നും തെളിയിക്കപ്പെട്ടിട്ടില്ല. എപ്സ്റ്റീന്റെ പങ്കാളിയായിരുന്ന ഗിസ്ലെയിൻ മാക്സ്വെല്ലിനെതിരെ വിർജീനിയ ഗ്രിഫെ എന്ന യുവതി നൽകിയ മാനനഷ്ട കേസിന്റെ ഭാഗമായാണ് ഈ രേഖകൾ കോടതി പുറത്തുവിട്ടത്. ഈ ഫയലുകൾ പുറത്തുവന്നത് ലോകമെമ്പാടുമുള്ള അധികാര കേന്ദ്രങ്ങളിൽ വലിയ അസ്വസ്ഥത ഉണ്ടാക്കിയിട്ടുണ്ട്. പല VIP-കളുടെയും പ്രതിച്ഛായയെ ഇത് ദോഷകരമായി ബാധിച്ചു. ഇത്തരം വിവരങ്ങൾക്ക് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.